ഇതിനെക്കുറിച്ചുള്ള ആവശ്യവും കാര്യങ്ങളും എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ഈ സംഭവം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ്, എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ്, ഇൻ കേസ് ഓഫ് ഫയർ എല്ലാം എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷൻ ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട വാട്ടർ സപ്ലൈ, അതിനുള്ള വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സംഭവമാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ ഇൻ കേസ് എന്തെങ്കിലും ഫയറിൻ്റെ പ്രശ്നം വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ഈ സ്യൂട്ട് ധരിക്കാം. പിന്നെ ഫയർ എക്സ്റ്റിങ്ഷർ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് ഹോസ്പിറ്റൽസ്, ബിൽഡിങ്സ് അവിടെയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ഷർ ഇത് നമുക്ക് വളരെ യൂസ്ഫുള്ള കാര്യം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പൊതുവെള്ളൊരു കാര്യമാണ് ഇതിൻ്റെ യൂസേജ്. അപ്പോൾ ഇത് അത് യൂസ് ചെയ്യുന്നത് വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം ഇത് നമ്മൾ മുമ്പേ കണ്ടത് ഫിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാർ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഞാൻ ഇവിടെ വന്നതോടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് പൊതുവേ കിട്ടുന്ന നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്നതിനേക്കാളും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ നമുക്ക് വിഷ്വലൈസ്ഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ, ഫയർഫോഴ്സിന് മാത്രമല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇവിടെ തന്നെ വരണം. ഇവിടെ വന്ന് നമുക്ക് എൻ്റെ ഏജിലുള്ള എല്ലാവർക്കും ഇത് തന്നെ പഠിക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും.